കളമശ്ശേരിയിൽ മെട്രോ സ്റ്റേഷന് 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, പുതിയ എയർപോർട്ട് റോഡിൽ നിന്ന് 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിൽ 3 ബെഡ്റൂമുകളുള്ള അതിമനോഹരമായ വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നാലര മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീടിന്റെ ഈ ഭാഗത്തായിട്ട് ഡെഡ് എൻഡ് ആയതിനാൽ നമുക്ക് ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. വീടിന്റെ എലിവേഷനോട് നീതി പുലർത്തുന്ന രീതിയിൽ ക്ലാഡിംഗ് ടൈലും ലൈറ്റും ഉപയോഗിച്ച് ഭംഗിയായിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 4.4 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായി വരുന്ന ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഇവിടെയായിട്ടാണ് വരുന്നത്. 15.2 അടി നീളവും 11.5 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. നമ്മളിപ്പോൾ വീടിന്റെ മുൻഭാഗത്താണുള്ളത്. 4.7 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. 4.9 അടിയോളമാണ് ഇവിടുത്തെ വീതി വരുന്നത്. ഇവിടെയെല്ലാം മെറ്റൽ ചിപ്സ് ആണ് പാകിയിരിക്കുന്നത്. ഏകദേശം 5 അടിയോളമാണ് ഈ ഭാഗത്ത് വിഡ്ത് വരുന്നത്. ഇത് വീടിന്റെ കിഴക്ക് ഭാഗമാണ്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. 3.2 അടിയാണ് ഇവിടെ വിഡ്ത് വരുന്നത്. ഇത് വീടിന്റെ വടക്ക് ഭാഗമാണ്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. വളരെ വലിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 11.3 അടി നീളവും 4.3 അടി വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായുള്ള ഈ വീടിന്റെ പ്രധാന വാതിലും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ പ്രധാന വാതിൽ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലാണുള്ളത്. 11.3 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിനുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്നിടത്ത് മൾട്ടിവുഡിൽ ഇവിടെയായിട്ടൊരു വർക്ക് കാണും. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 11 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് ഇൻവെർട്ടറിനുള്ള പൊസിഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡൈനിങ് സ്പേസിലാണുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ കിച്ചണിലാണുള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 12.7 അടി നീളവും 8 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിനുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്.
നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലാണുള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 13.3 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്റ്റെയർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 14 അടി നീളവും 10.3 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. നമ്മളിപ്പോൾ ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണുള്ളത്. 11.3 അടി വീതിയും 13.4 അടി നീളവുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂമും വരുന്നത്. ഇതിൻ്റെ ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മളിനി ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 10.9 അടി നീളവും 10.7 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമ്മളിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. 13 അടിയോളം നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇതിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേസ് നിങ്ങൾക്ക് സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് റൂമായിട്ടോ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിനി ഈ വീടിൻ്റെ വളരെ വിശാലമായ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. 14 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്കുള്ളത്. ഇത് വളരെ നല്ലൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റാണ്. പുതിയ എയർപോർട്ട് റോഡിലേക്ക് 1/2 കിലോമീറ്ററും മെട്രോയിലേക്ക് 4 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 1/2 കിലോമീറ്റർ, പുതിയ എയർപോർട്ട് റോഡിലേക്ക് 1/2 കിലോമീറ്റർ, കിൻഫ്രയിലേക്ക് 3.5 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.7 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്റർ, കാക്കനാടേക്കും ഇൻഫോ പാർക്കിലേക്കും 10 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3.5 സെന്റ് സ്ഥലത്ത് 1863 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.